വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ്. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത്. ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധികം കാലതാമസം വേണ്ടി വന്നില്ല. സൂപ്പർ താരചിത്രങ്ങൾ പലതും നിലം പൊത്തിയപ്പോഴും പ്രേക്ഷകരെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. ഇപ്പോഴത്തെ ദിലീപ് വിഷയത്തിൽ താൻ എടുത്ത നിലപാടിനെ പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് നടൻ സിദ്ദിഖ്. ദിലീപിനൊപ്പം നിൽക്കണമെന്നത് തന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നുവെന്നും കുറ്റം തെളിയുന്നതുവരെ ദിലീപ് നിരപരാധിയാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിദ്ദിഖ് വ്യക്തമാക്കി. വ്യക്തിപരമായ നിലപാടാണ് ഞാൻ എടുത്തത്. എവിടാണ് സത്യമെന്നത് എനിക്ക് തോന്നിയിടത്ത് ഞാൻ നിന്നു. ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ കേസിൽ പങ്കാളിയായ ഒരാൾ പറയുന്ന വാക്കിനേക്കാളും എന്റെ സുഹൃത്ത് പറയുന്നതാണ് എനിക്ക് വിശ്വാസം. ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത, ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരാൾ പറയുന്ന വാക്കിനാണ് ഞാൻ വില കൊടുക്കുന്നത്. ഒരു ക്രിമിനൽ പറയുന്നതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറ്റം തെളിയുന്നതുവരെ ദിലീപ് ആരോപിതൻ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ദിലീപ് ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്. കുറ്റം തെളിയിച്ചിട്ടില്ല, ശിക്ഷ വിധിച്ചിട്ടില്ല. ശിക്ഷ വിധിക്കുന്നതുവരെ എന്റെ വിശ്വാസം ഇതാണെന്ന് എനിക്ക് പറയാം എന്നും സിദ്ദിഖ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ദിലീപിന്റെ കേസിനെ കുറിച്ച് നാദർഷ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും ഏതൊരു കാര്യത്തിനായാലും ചിലർ പിന്തുണയ്ക്കുകയും സത്യാവസ്ഥ അറിയാവുന്നവർ തള്ളിക്കളയുകയും ചെയ്യുമെന്നും മറ്റു ചിലർ അത് വിശ്വസിക്കുകയും ചെയ്യുമെന്നും നാദർഷ പറഞ്ഞു. ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസമായിരിക്കുമെന്നാണ് നാദർഷ പറഞ്ഞത്. ദിലീപിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അവൻ നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസത്തിന് വേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. ആ ദിവസത്തിനു വേണ്ടി, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. നമുക്കറിയാലോ, ആളുകൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന്. 110% അവൻ നിരപരാധിയാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസം, അതിനാണ് ഞാനും അവന്റെ കുടുംബവുമെല്ലാം കാത്തിരിക്കുന്നത് എന്നും നാദർഷ പറഞ്ഞു. അതേസമയം നടൻ സലീം കുമാറും ഇതേക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു. ദിലീപ് ചെയ്ത കാര്യങ്ങളൊന്നും ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അയാളെ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ല എന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ മാധ്യമങ്ങളോ ജനങ്ങളോ അല്ല വിധി നടപ്പാക്കേണ്ടത്, അത് കോടതിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. ചിലപ്പോൾ അയാൾ തെറ്റുകാരനല്ലെങ്കിലോ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന സംഭവമാണ്. അയാൾ തെറ്റുകാരനല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ഞാൻ ചോദിച്ചപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് ശരിയാണോ? ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ മക്കളെ പിടിച്ച് സത്യം ചെയ്യുകയാണ് ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ്. ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ ആ വിശ്വാസം ചിലപ്പോൾ ശരിയാകാം, തെറ്റാകാം. നടിയോട് ചോദിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അതിനു മുൻപ് തന്നെ ഞങ്ങൾ അകന്നിരുന്നു എന്നാണ് സലീം കുമാർ പറഞ്ഞത്.